കാണുന്നതിന് മുമ്പ് തന്നെ മോശമെന്ന് വിലയിരുത്തിയ ഒരു സിനിമയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. ഇന്നലെയാണ് പടം കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ എന്താ പറയുക, നല്ലൊരു ഫീൽ ഗുഡ് മൂവി. സിനിമയെ പറ്റി പ്രമുഖ റിവ്യൂവേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്നത് 10 പൈസയ്ക്ക് കൊള്ളാത്ത ദിലീപിൻ്റെ ചളി കോമഡികൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സിനിമയാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്നാണ്. എന്നാൽ മറ്റു ചിലർ പറഞ്ഞിരുന്നത് ടു കൺട്രീസ് ഒക്കെ പോലെ തന്നെ ഒരുപാട് പൊട്ടിച്ചിരിക്കാനുള്ള നർമ്മങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിനിമ എന്നായിരുന്നു. എന്നാൽ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് രണ്ടുമല്ല എന്നുള്ള കാര്യം മനസ്സിലായി. കാരണം ടു കൺട്രീസ് പോലെ A to Z പൊട്ടിച്ചിരിക്കാനുള്ള കോമഡികളും കാര്യങ്ങളൊന്നും ഈ ഒരു സിനിമയിലില്ല. എന്നാൽ ഒരു കൊച്ചു ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് മൂവിക്ക് വേണ്ട രീതിയിലുള്ള ആ സിനിമയുടെ ഒഴുക്കിനനുസരിച്ചുള്ള കുറച്ച് നർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു രീതിയിലും ബോറടിപ്പിക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സിനിമയായിട്ടായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. ദിലീപിൻ്റെ ചളി കോമഡികൾ എന്ന് പറയാൻ ഈ സിനിമയിൽ സത്യം പറഞ്ഞാൽ ദിലീപ് അത്രയ്ക്ക് വലിയ കോമഡികളും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ചെയ്തിരിക്കുന്നവയൊക്കെ തന്നെ വളരെ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സീൻ പോലും അങ്ങനെ ദിലീപിൻ്റെ സീനുകൾ ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ തലവട്ടം കാണുന്ന സിനിമകളെല്ലാം സമീപകാലത്ത് നോക്കുകയാണെങ്കിൽ തിയേറ്ററിൽ 8 നിലയിൽ പൊട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത്. ഈ ഒരു സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ വളരെ കുറച്ച് സീനുകളിലേ ഉള്ളൂ. ഉള്ള ഭാഗങ്ങളൊക്കെ മോശമല്ലാത്ത രീതിയിൽ തന്നെ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ സിദ്ദിഖിൻ്റെ ഇമോഷണൽ സീനുകൾ വളരെ ഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നായിരുന്നു ഒരു ഇൻ്റർവ്യൂവർ പറഞ്ഞിരുന്നത്. എന്നാൽ പുള്ളി തന്നെ പറയുന്നുണ്ട് അധികം വലിയ ഇമോഷണൽ സീനുകളൊന്നും ഇതിൽ ചെയ്തിട്ടില്ല എന്നുള്ളത്. സത്യമാണ്, വളരെ കുറച്ച് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അത് വലിയ സംഭവമൊന്നും പറയാനില്ല. എന്നാൽ അതിലുപരി കൂടുതലും കോമഡികളാണ് പുള്ളി ഈ ഒരു സിനിമയിൽ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതും വളരെ ഗംഭീരമായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. സിനിമയിലെ ഏറ്റവും ഇമോഷണലി നമ്മളെ കണക്റ്റ് ആക്കുന്ന കുറച്ച് സീനുകൾ മഞ്ജു പിള്ളയും ദിലീപും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളൊക്കെ ആയിരുന്നു. അത് വളരെ ഗംഭീരമായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അത് പ്രേക്ഷകരുമായി കണക്റ്റ് ആക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലെ കോഫി ഷോപ്പിൽ ഒരു ചെറിയ കോമഡി സീനുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു സീനിൽ ജോണി ആൻ്റണിയുടെ ആ ഒരു സീന്, ആ ഒരു ക്യാരക്ടറിനെ സത്യം പറഞ്ഞാൽ നമ്മൾ കൊച്ചിൻ ഹനീഫ ആയിരുന്നു എങ്കിൽ ഒന്ന് ആശിച്ചു പോയിരുന്നു. അദ്ദേഹമായിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുറച്ച് കോമഡി എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാരി വിതറാൻ പറ്റിയ ഒരു സീനായിരുന്നു അത്. സത്യത്തിൽ ആ ഒരു സീൻ കണ്ടു കഴിയുമ്പോൾ ജോണി ആൻ്റണിക്ക് പകരം നമ്മൾ അവിടെ ഇമാജിൻ ചെയ്തത് കൊച്ചിൻ ഹനീഫയായിരുന്നു. സിനിമ കണ്ട പ്രേക്ഷകർക്കാർക്കെങ്കിലും അങ്ങനെ തോന്നിയെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നായിക കഥാപാത്രത്തിലേക്ക് വരികയാണെങ്കിൽ നായിക കഥാപാത്രം വന്ന് കഴിഞ്ഞ് കുറച്ച് സീനുകളൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആ സീനുകളൊക്കെ സിനിമയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടി ചുമ്മാ കയറ്റിയിട്ടിരിക്കുന്ന പോലെയാണ് തോന്നിയത്. ഒരു രീതിയിൽ കോമഡി ആണെങ്കിലും ഒന്നും അങ്ങോട്ട് ആ ഒരു കുറച്ച് ഭാഗത്ത് വലിയ സംഭവമായിട്ടൊന്നും തോന്നിയില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് വളരെ ഗംഭീരമായി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട് നായിക കഥാപാത്രവും. അതുപോലെ തന്നെ മറ്റൊരു കഥാപാത്രം നമ്മുടെ ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ റീൽസിലൊക്കെ കണ്ടാൽ നല്ല തടിച്ച ഒരു സ്ത്രീ കഥാപാത്രമുണ്ട്. പുള്ളിക്കാരിയുടെ ആ ഒരു സീനുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ സിനിമയിൽ എന്തോ വലിയ സംഭവമായിരിക്കും, ഒരു വലിയ ഗംഭീരമായിട്ടുള്ള സീൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് കരുതിയത്. എന്നാൽ പടം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു 2-3 സെക്കൻഡ് കണ്ട് മാത്രം വന്നു പോകുന്ന ഒരു കഥാപാത്രം എന്തായിരുന്നു എന്നൊന്നും ശരിക്കും അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ പറ്റുന്ന നല്ല ഒരു ഫാമിലി ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് മൂവിയായിട്ടാണ് പ്രിൻസ് ആൻഡ് ഫാമിലി കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. നെഗറ്റീവ് റിവ്യൂസുകളെയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് പടം കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ തീർച്ചയായും തിയേറ്ററിൽ പോയി കാണുക. പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമ കണ്ട പ്രേക്ഷകർ പടത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.